പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോർപ്പറേഷനിൽ നിന്ന് ഒരു ഓഫറായിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തനം വന്നിട്ടുണ്ടായിരുന്നത്. പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം. സ്കൂളിലെ കുട്ടികളെ ഉപയോഗിച്ച് നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഒരു പേപ്പർ ക്യാരി ബാഗ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അത് കാരണം കുട്ടികളെ എല്ലാവരെയും കൂടെ കൂട്ടി ഞങ്ങൾ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം ചെയ്തു. ഇതൊരു 3 മണിക്കൂർ കൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു 10-60 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. മേയറിന് ഇത് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആൾ നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ഓഫർ എന്ന് പറയുന്നത് ഈ പട്ടം സ്കൂളിൽ എത്ര പേപ്പർ ക്യാരി ബാഗ് നിങ്ങൾ ഉണ്ടാക്കുന്നുവോ അത്രയും ബാഗുകൾ ഞങ്ങൾ കോർപ്പറേഷൻ എടുത്തോളാം, അതിൻ്റെ ഒരു എമൗണ്ട് സ്കൂളിലേക്ക് ഫണ്ടായിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം പോരാ, ഇതിന് നമുക്കൊരു വിപണി കൂടെ കണ്ടെത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പത്തിൽ വിപണി ഇങ്ങോട്ട് ഞങ്ങളെ തേടി വന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾ പട്ടം കഴിച്ചിലെ കുട്ടികളാണ്. ഞങ്ങൾ ആദ്യം എൻവലപ്പുകളാണ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ മേയർ വന്ന് ഇതുപോലത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ പേപ്പർ ക്യാരി ബാഗ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റി. അത് നല്ല സന്തോഷമുണ്ട്. നമ്മളിന്നിവിടെ ഒരു പേപ്പർ ബാഗ് നിർമ്മാണമാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുത്തത്. തിരുവനന്തപുരം നഗരസഭയുടെ അണ്ടറിൽ, മേയറുടെ അണ്ടറിൽ നമ്മളിപ്പോൾ ഒരു 30ഓളം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. ഇത്തരം ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം നഗരസഭേൻ്റെ അണ്ടറിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളൊരു ആശയം നമ്മളിപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പേപ്പർ ബാഗിൻ്റെ പരിശീലനം നൽകുകയാണ്. അത് ഒരു പേപ്പർ ബാഗിൽ ഉപരി നമ്മളെ കുട്ടികൾക്ക് ഇതിൻ്റെ സാധ്യതകൾ, അതായത് വേസ്റ്റായിട്ട് കിടക്കുന്ന പേപ്പർ കൊണ്ട് അവരുടെ സ്കൂളിലേക്കോ അവരുടെ വീട്ടിലേക്കോ അവർക്കൊരു പോക്കറ്റ് മണി പോലെയോ ഒരു വരുമാനം വരുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ളത്.